ഹലോ, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാറ്റർഡേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ സാറ്റർഡേ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഹസ്ബൻഡ് ഓഫീസ് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയ പാട് തന്നെ ഫസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടി തലേന്നത്തെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പൂരിയും നമ്മുടെ ബാജിക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവ് എടുക്കുന്നതാണ്. അപ്പോൾ ആട്ട നോക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ ഉണ്ടായിട്ടിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദയും കൂടി മിക്സ് ചെയ്തു. നോർമലി ഞാൻ പൂരി ഉണ്ടാക്കുമ്പോൾ ആട്ടയും കുറച്ച് റവയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് റവയും ചേർത്ത് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ സാധാ പൂരി കുഴക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ അതവിടെ കുഴച്ച് വെച്ചു. അപ്പോൾ അതവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ബാജിക്കറി ഉണ്ടാക്കാം. ബാജിക്കറി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കുന്നതാണിത്. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് അത് കഴുകിയെടുത്ത് ഇനി അത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും ഒരു സവാളയുടെ പകുതിയും ഒരു തക്കാളിയുടെ പകുതിയും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും എല്ലാം മിക്സ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം ഞാൻ അവിടെ പൂരി പരത്താൻ വേണ്ടിയിട്ട് സ്ലാബിലൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ബാജിക്കറി ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടക്കക്കാരുണ്ടാവില്ലേ കുക്കിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്തവർ, അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. അങ്ങനെ അത് അവിടെ നിന്ന് ആവുന്നുണ്ട്. അതൊരു മീഡിയം ഫ്ലെയിമിലാവണം. ഒരു 3-4 വിസിൽ അങ്ങനെയാണ് ഞാൻ വെക്കാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പൂരി വരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്ന് എടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ വേഗം പൂരി വരത്തിയെടുക്കട്ടെ. ഈ സമയം തന്നെ ഹസ്ബൻഡ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കൂളില്ല എങ്കിലും സാറ്റർഡേ ആണ് നമ്മുടെ കുറച്ച് ലേറ്റായിട്ടാണല്ലോ എഴുന്നേൽക്കുക. അതുകൊണ്ട് അവർ ഈ ഒരു സമയമായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. കൂടെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളതുകൊണ്ട് അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇത് എല്ലാ പൂരിയും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് പൂരി ഇട്ട് കൊടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൂരി ഇതാ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പൂരികളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും എൻ്റെ ബാജിക്കറിയുടെ വിസിലൊക്കെ വന്ന് ആവി അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ തുറന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കും. അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. നോർമലി എൻ്റെ ബാജിക്കറി കുറച്ചൊന്ന് ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടാണുള്ളത്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ജഗ്ഗിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ജഗ്ഗ് കാണാൻ നല്ല ഭംഗിയില്ല. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മൾ റമദാൻ മാസത്തിലൊരു ഖുർആൻ ക്വിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്കായിരുന്നു സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അവൾ എനിക്ക് അതിൻ്റെ പ്രൈസ് കൊണ്ടു തന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. ഞാൻ പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വേഗം തന്നെ കഴുകിയെടുക്കാൻ നിന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് ഇന്ന് അലക്കാൻ കുറച്ച് ഉണ്ടായിരുന്നു. ലഞ്ചിൻ്റെ പണിയില്ല, കാരണം എനിക്ക് ഓൾറെഡി തലേന്നത്തെ ലഞ്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ചൂടാക്കിയിട്ട് കഴിക്കാമെന്ന് കരുതി. ഹസ്ബൻഡിന് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, വൈകുന്നേരം ആകുമ്പോഴും വരും എന്ന് പറഞ്ഞു. ലഞ്ചിൻ്റെ ആവശ്യമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് മറ്റുള്ള പണികൾ തീർക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയും കൂടി നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഒരു പാർക്കിൽ പോയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഞാൻ കപ്പ ബിരിയാണി കൊണ്ടുപോകാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണി മാത്രമേ ഉള്ളത്. ലഞ്ചിൻ്റെ പണിയില്ലാത്തത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം ചെയ്യാൻ നിന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ അലക്കാനിട്ട്, അപ്പോൾ തലേന്ന് അലക്കിയ തുണികളൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കണം. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് തന്നെ എല്ലാ തുണികളും മടക്കിയെടുക്കും. എന്നാൽ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പണി കഴിയുന്നത് പോലെ. അല്ലാതാവുമ്പോൾ അത് എല്ലാ തുണിയും എടുത്ത് ബെഡിലേക്ക് കൊണ്ടുവിട്ടാൽ പിന്നെ അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ തുണിയൊക്കെ അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ആയപ്പോൾ ഞാൻ വേഗം തന്നെ വിരിച്ചിടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മോൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. മോള് സ്കൂളിൽ ഹോംവർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ തുണികളൊക്കെ അവിടെ ആറിയിട്ടു. പിന്നെ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നു. ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലേക്ക് ഞാൻ കപ്പ ബിരിയാണിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണിത്. അങ്ങനെ ബീഫൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്ത് സിങ്കൊക്കെ. പിന്നെ ഇനി ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാം ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഓയിൽ ഒഴിച്ച് സവാള വഴറ്റി അങ്ങനെയൊന്നുമല്ല. ഇത് എളുപ്പത്തിലുള്ളൊരു സിമ്പിളായിട്ടുള്ള കറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നതാണിത്. ഇതിൻ്റെ ഇടയിൽ മോന് അവൻ്റെ എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ട് എന്നെ വന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവാളയൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ആ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു 3/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്കൊരു ചെറിയ തക്കാളിയുടെ പകുതി, നേരത്തെ നമ്മൾ ബാജിക്കറി ഉണ്ടാക്കിയതിൻ്റെ ഒരു തക്കാളി പകുതി ഉണ്ടല്ലോ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നോർമലി ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ജീരകമില്ലേ, പെരുംജീരകം, അത് പൊടിച്ചതും ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ കൈവച്ച് ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതവിടെ നിന്നാവുന്ന സമയം ഞാൻ കരുതി കപ്പയെല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വേവിച്ചെടുത്താൽ മതിയല്ലോ. ആ കപ്പേൻ്റെ തൊലികളയിലൊക്കെ കുറച്ചൊരു ടാസ്ക് ആണല്ലോ, അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ കപ്പയൊക്കെ ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ കഴുകിയിട്ട് അവിടെ എടുത്ത് വെക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തന്നെ ചെയ്ത് തീർത്തു. ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ ബീഫും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുക്കർ തുറന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആകെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ ആ ബീഫിൽ നിന്നും സവാളയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളം തന്നെ ഇതിൽ അത്യാവശ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് കുഴപ്പമില്ല, കപ്പയിലിട്ട് മിക്സ് ആക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കൊള്ളും. അപ്പോൾ അതവിടെ അടച്ചു വെക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷായി, നിസ്കാരമൊക്കെ കഴിഞ്ഞു, ലഞ്ചൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായക്കുള്ള പാലവിടെ തിളച്ചിപ്പിക്കാൻ വെച്ചു. അപ്പോൾ പാല് തിളച്ച സമയത്ത് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോർലിക്സ് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ അതിനുള്ള പാല് മാത്രം അവരുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. പിന്നെ എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ള ചായ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് ഞാൻ ഉമ്മ കൊടുത്തു വിട്ട മിച്ചറും തക്കാളി മുറുക്കൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിൻ്റെ ഉമ്മ കൊടുത്തു വിട്ട. അപ്പോൾ അതൊക്കെ പ്ലേറ്റിലേക്കാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലിയും അവരും ഫുഡ് എടുക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇനി വരുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ് ആക്കാൻ ഇന്ന് നമ്മൾ ഫുഡൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാനിവിടെ ബീഫൊക്കെ വേവിച്ചു, കപ്പയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്, എന്തായാലും കൊണ്ടുപോകാമെന്ന് കരുതിയതല്ലേന്ന്. അപ്പോൾ ഏതായാലും അതെടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ലേറ്റ് ആവുമല്ലോ, നമുക്ക് അതുകൊണ്ട് അതെടുക്കാം. എന്നിട്ട് അത് കുറച്ച് മാത്രം കഴിക്കാം, പിന്നെ അവരുടെ കൂടെ പുറത്ത് പോയിട്ടുള്ള ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലാക്കി ഞങ്ങൾ വേഗം ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഞാൻ ആ കപ്പ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വേഗം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അതവിടെ വേവിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട ചട്ടിയാച്ചി ഒഴിക്കാൻ വേണ്ട ചെറിയ ഉള്ളിയും
കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഫാമിലിക്ക് കഴിക്കാൻ ആവശ്യമായി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അത്ര രീതിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കൂടുതലായിട്ട് ഉണ്ടാക്കിയില്ല. കാരണം എപ്പോഴായാലും എങ്ങനെ പോയാലും എന്തായാലും അത് എല്ലാവരും ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എന്തായാലും ബാക്കി ഉണ്ടാവില്ല. അത് കരുതിയിട്ട് അപ്പോൾ പിന്നെ ഈ പ്ലാൻ ഇങ്ങനെ മാറിയതും കൂടി ആയപ്പോൾ ഞാൻ പറഞ്ഞ എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അത് അത്ര കഴിച്ചാൽ മതി, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെന്തായാലും എടുക്കാമെന്ന് കരുതി. എന്തായാലും പാർക്കിൽ പോയാൽ കുട്ടികളൊക്കെ കളിച്ച് പിന്നെ നമ്മളവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അത് ഈ കപ്പ ബിരിയാണി തന്നെ അങ്ങനെ കഴിക്കാം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെ ഇടയിൽ എൻ്റെ കപ്പ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. നല്ലപോലെ തവി വെച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ചെമ്പിലേക്ക് മാറ്റി കൊടുക്കാം. കപ്പ എല്ലാം നോൺ സ്റ്റിക്കിൻ്റെ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് കറി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ കറി ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. ഒരു ഹാഫ് പോർഷൻ പോലെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് കുറച്ച് കൂടുതലായിട്ട് തോന്നി ആ കറി. അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കിട്ട ബീഫും ഈ കപ്പയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ റെഡി ആവുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം ഇതിൻ്റെ പണിയൊന്ന് തീർക്കാമെന്ന് കരുതി. അങ്ങനെ കപ്പയും ബീഫൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ചട്ടി കാച്ചി വയ്ക്കണം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം ഞാൻ വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് അതൊന്ന് ഒരു മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ലപോലെ അതൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനും വേഗം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞ് പാർക്കിലേക്ക് പോകാമെന്ന് കരുതി. ഞങ്ങൾ ഷാർജ നാഷണൽ പാർക്കിലേക്കായിരുന്നു പോകാൻ പ്ലാൻ ഇട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അങ്ങനെ അവിടെ എത്തി നമ്മുടെ കൊണ്ടുപോകാൻ വെച്ച സാധനങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ പാർക്കിലേക്ക് നടന്നു. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളവിടെ മാറ്റൊക്കെ വിരിച്ച് ഞങ്ങൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ വെച്ചു. അപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല, അവർ ഓൺ ദ വേ ആയിരുന്നു. പിന്നെ കുട്ടികൾ അവർ കളിക്കുന്ന സ്ഥലത്തേക്ക് പോയി, അവർ കളിക്കാൻ നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും വന്നു. അപ്പോൾ അതാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് അനീഷ്, ഇത് അവൻ്റെ ഭാര്യ നിമിഷ, എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഡൊമിനോസ് കളിക്കാൻ നിന്നു. ഞങ്ങൾ ഡൊമിനോസും ലൂഡോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കുറേ നേരം കളിച്ചു. അപ്പോൾ കുട്ടികളൊക്കെ അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു മോനാണ് അയാൻ, അവനും എൻ്റെ കുട്ടികളുടെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ കളിച്ചു, കുട്ടികളൊക്കെ കുറേ കളിച്ച്. പിന്നെ എല്ലാവരും കൈയൊക്കെ കഴുകി ഫ്രഷായി വന്ന് ഞാൻ കൊണ്ടുപോയ കപ്പ ഉണ്ടല്ലോ, കപ്പ ബിരിയാണി, അത് കുറച്ച് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ എല്ലാവർക്കുള്ള പ്ലേറ്റൊക്കെ റെഡിയാക്കി അതിലേക്ക് നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ വിളമ്പി ഞങ്ങളെല്ലാവരും കുറച്ച് കഥയൊക്കെ പറഞ്ഞ് കഴിച്ചു. എല്ലാവരും കുറച്ച് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ട്രീറ്റ് ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി പോകണം.
ഇതിപ്പോൾ സമയം ഒരു 8:30 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകാൻ പോയ സമയത്ത് ഞാൻ ആ ബാക്കിയുള്ള ഇതൊക്കെ എടുത്തു വെക്കാൻ നിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾ കുറച്ച് കൂടി കളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കളിക്കാൻ നിന്നു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ നിന്നു. അപ്പോൾ ഇതാണ് അയാൻ. അവർ 3 പേരും നല്ല കളിയായിരുന്നു. അവിടെ നിന്നൊരു കുട്ടി ബബിൾസൊക്കെ ആക്കുന്ന സമയത്ത് അത് പൊട്ടിക്കാനുള്ള ഇതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ ട്രീറ്റിന് വേണ്ടി പോയി. അപ്പം അയാൻ ഞങ്ങളെ വണ്ടിയിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അജ്മാനിലുള്ള പെസ്കാഡോ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾറെഡി മനഃപൂർവ്വം ലേറ്റ് ആക്കിയതാണ്. കാരണം നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് ഇതായിരുന്നല്ലോ, അപ്പോൾ ലേറ്റായിട്ട് പോകാം അങ്ങനെ കരുതിയിട്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ സൺഡേയും കൂടി ആണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഞാനിതാ ഫുഡ് വന്നു. ഗ്രില്ലായിരുന്നു, ഫിഷ് ഗ്രില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവാണല്ലോ. അവരുടെ ട്രീറ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.